തീർച്ചയായിട്ടും കോടതി ഈ കാര്യത്തിൽ എങ്ങനെയാ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അടിസ്ഥാനത്തിലാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. എങ്കിൽ പോലും പൊതു ശൗചാലയങ്ങളായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നില്ല. എങ്കിലും പൊതുവായിട്ടുള്ള ആളുകൾക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ട് അത് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഒരു സാമാന്യ നീതിയാണ്, സാമാന്യ മര്യാദയാണ്, ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പൗരന്റെ പ്രാഥമികമായിട്ടുള്ള അവകാശം എന്നുള്ള ഒരു അവകാശ ലംഘനമായിട്ടാണ് എനിക്കിതിനെ കാണാനായിട്ട് കഴിയുക. നമുക്കറിയാം, പമ്പുകൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനമാണ്. അതിൽ കൃത്യമായി ഉത്തരവുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ പമ്പിലും കൃത്യമായി ശൗചാലയങ്ങൾ ഉണ്ടായിരിക്കണം, അത് വൃത്തിയുള്ളതായിരിക്കണം, അത് വെള്ളം കൃത്യമായിട്ട് അത് ലഭ്യമാക്കണം, അതുപോലെ തന്നെ അത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം, അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഏതാണ്ട് 2483 പമ്പുകൾ ഉണ്ടെന്നാണ് കണക്ക് പറയപ്പെടുന്നത്. അത്തരത്തിൽ ഈ പമ്പുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ പൊതു ശൗചാലയങ്ങളെക്കാളേറെ വൃത്തിയുള്ളതും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പരിപാലിക്കുന്നതുമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ആദ്യം ഇവിടെ അവതാരക സൂചിപ്പിച്ചതുപോലെ കേരളം ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന നിലയിൽ, ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ധാരാളം യാത്രക്കാർ, വിനോദസഞ്ചാരികൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുള്ളവരും വിദേശത്തുള്ളവരുമായിട്ടുള്ളവർ ഈ കേരളത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്ന, മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം നിറവേറ്റുവാൻ വേണ്ടിയുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ പമ്പുകളെയാണ്. നമുക്കറിയാം, നമ്മൾ ടൂർ പോകുമ്പോൾ തീർച്ചയായിട്ടും 10-50 പേരുള്ള ഒരു വാഹനത്തിൽ ടൂർ പോകുമ്പോൾ നമ്മൾ ആശ്രയിക്കുക പലപ്പോഴും പമ്പുകളെയാണ്. അത് ഇന്ന സമയമൊന്നും ഒന്നുമില്ല. രാത്രിയിലൊക്കെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇത്തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടി വരുമ്പോൾ പമ്പുകളെയാണ് നമ്മൾ ആശ്രയിക്കുക. ആ ആശ്രയം എന്ന് പറയുന്നത് അത് അവരുടെ ഗുണഭോക്താക്കൾക്ക് വേണ്ടി മാത്രമാക്കി ചുരുക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുക, എന്റെ സുഹൃത്ത് നാട്ടിൽ നിന്നും ഹൈറേഞ്ചിലുള്ള പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി 12 മണിക്ക് ഫാമിലിയുമായി യാത്ര ചെയ്ത് പോയപ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് അടച്ചിട്ടിരിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഉടനെ തന്നെ അദ്ദേഹം പോലീസ് കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെട്ടു. ഉടനെ തന്നെ പറയുന്ന പോലീസ് അവിടെ എത്തി ആ ടോയ്ലറ്റ് തുറന്നു കൊടുത്ത് അവർക്കത് ഉപയോഗപ്രദമാക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്തരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം, കേരളത്തില് ഇന്ന് നമുക്ക് എത്രമാത്രം വാഹനങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഏതാണ്ട് 1,17,00,000 വാഹനങ്ങളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതാണ്ട് പകുതിയോളം, 1.5 കോടി ജനങ്ങളുള്ളിൽ പകുതിയോളം ആളുകൾ നിരന്തരം യാത്രയിലാണ്. നിരന്തരം യാത്രയിലാകുന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടി വരുമ്പോൾ അവരെ ആശ്രയിക്കുക ഇത്തരം പമ്പുകളെയാണ്. നമുക്ക് സർക്കാർ എന്ത് സംവിധാനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് ഈ സാഹചര്യത്തിൽ ചിന്തിക്കുന്നത് നമ്മൾ നല്ലതായിരിക്കും. കാരണം സർക്കാരിന്റെ KSRTCയുടെ ബസ് സ്റ്റാൻഡുകളിലുള്ള ടോയ്ലറ്റുകളുടെ അവസ്ഥ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലുള്ള ടോയ്ലറ്റുകളുടെ അവസ്ഥ, അവിടെയൊക്കെ നമ്മൾ പണം കൊടുത്ത് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പണം കൊടുത്ത് ക്യൂ നിന്ന് അകത്ത് കയറേണ്ട ഗതികേടാണ് നമുക്കുള്ളത്. അങ്ങനെ അകത്ത് കയറിയാൽ തന്നെ നമുക്ക് സന്തോഷകരമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു തൃപ്തികരമായ രീതിയിൽ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതും ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ടോയ്ലറ്റുകളൊക്കെ ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ പുനർചിന്തിക്കണം, ഇതിന് മാറ്റമുണ്ടാകണം. സർക്കാർ അതിനകത്ത് ഇടപെട്ട് ഈ പമ്പുകളിലുള്ള ടോയ്ലറ്റുകൾ പൊതു ആളുകൾക്ക് കൂടി ഉപയോഗപ്രദമാക്കുവാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടാകുന്നത് ഏറെ പ്രയോജനപ്രദമായിരിക്കും എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അല്ലെങ്കിൽ സർക്കാർ ഇത്തരത്തിൽ ഒരു 10 കിലോമീറ്ററോ 20 കിലോമീറ്ററിനോ ഇടയിൽ ഈ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കി കൃത്യമായ രീതിയിൽ അത് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകണം. കേരളം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എന്നാൽ വിദേശികളും അല്ലെങ്കിൽ യാത്രക്കാരും വിനോദസഞ്ചാരികളും ഒക്കെ ഇവിടെ എത്തുമ്പോൾ അവർക്ക് തൃപ്തികരമായ ഒരു ടോയ്ലറ്റ് സംവിധാനം ഇവിടെ കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ വിദേശത്തുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം, അവിടുത്തെ രാജ്യങ്ങളെ കണ്ടുപിടിക്കണം, അവിടുത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റികളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഷീ ടോയ്ലറ്റ് എന്നും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പല ടോയ്ലറ്റ് സംവിധാനങ്ങളും ഒക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കി. പക്ഷെ അതൊന്നും ഇവിടെ പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം അത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സർക്കാരോ അതിന്റെ അധികാരികളോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തരത്തിൽ പമ്പുകളിലുള്ള ടോയ്ലറ്റുകൾ അവിടുത്തെ പെട്രോൾ അടിക്കുന്ന ആളുകൾ അവൻ പെട്രോൾ അടിച്ചതിന്റെ കൂപ്പൺ കാണിച്ചിട്ടോ അല്ലെങ്കിൽ അത് ഗുണഭോക്താവാണെന്ന് കാണിച്ചുകൊണ്ട് അത് ഉപയോഗപ്രദമാക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തരുത്. ആവശ്യക്കാർക്ക് ഉപയോഗപ്രദമാക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ആവശ്യങ്ങൾ എപ്പോ വേണമെങ്കിലും മനുഷ്യനുണ്ടാകാവുന്ന സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് വരേണ്ടത്. പമ്പുകൾ അനുവദിക്കുമ്പോൾ നമുക്കറിയാം, പമ്പിൽ ഈ പറയുന്ന വാഹനത്തിന് എയർ കൊടുക്കാൻ ഉള്ള സംവിധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ വാട്ടർ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകണം, ടോയ്ലറ്റ് ഉണ്ടാകണം, കാർബറേറ്ററിൽ വെള്ളം നിറയ്ക്കാനുള്ള സംവിധാനം, ഇതൊക്കെ കമ്പൽസറി ആയി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിനെ മുടക്കം വരുത്തി കഴിഞ്ഞാൽ അതൊരു ഉപഭോക്താവ് എന്ന നിലയിൽ അല്ലെങ്കിൽ കസ്റ്റമർ എന്ന നിലയിൽ അവന്റെ അവകാശത്തിന്മേലുള്ള ലംഘനമായിട്ടാണ് മാറുക. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ പമ്പിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും എന്ന് നമുക്കറിയാം. ആ ആവശ്യക്കാരുടെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട ആവശ്യമാണ്. നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം ഉപയോഗിച്ച് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സംവിധാനം ഇന്ന് രാജ്യത്തുണ്ട്.
പല രാജ്യങ്ങളും പല സ്റ്റേറ്റുകളും ഒക്കെ അവരുടെ നികുതിപ്പണം അവർക്ക് തന്നെ പല സേവനങ്ങളായി തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലൂടെ പോകുമ്പോൾ കേരളത്തിൽ മാത്രം ഇത്തരത്തിലൊരു സംവിധാനം പണം കൊടുത്ത് പ്രാഥമിക ആവശ്യം നിറവേറ്റേണ്ട സ്ഥിതിഗതി എന്ന് പറയുന്നത് ഏറെ ലജ്ജാകരമാണ്. അത് പുനർചിന്തിക്കണം. സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പമ്പുകളുടെ ടോയ്ലറ്റുകൾ പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗപ്രദമാക്കുവാനുള്ള സംവിധാനം കൂടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഈ സാധാരണ പൊതുജനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പമ്പുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ഈ പമ്പുകളെ ആശ്രയിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പൊതുജനങ്ങളൊക്കെയും ഈ പെട്രോൾ പമ്പുകളുടെ ഒരു ഉപഭോക്താവാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ കോടതി ഇന്ന് ഈ ഒരു വിധി പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഹൈവേ അടക്കമുള്ള സംവിധാനങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ ഒരു ഹൈവേ അടക്കം ഏറ്റെടുത്ത് നടത്തുമ്പോൾ ശൗചാലയങ്ങൾ ഈ വഴിയരികിലൊക്കെ നിർമ്മിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ള കാര്യം ഇനി കൂടുതൽ പഠനങ്ങളിലൂടെ തന്നെ വ്യക്തമാകേണ്ടി വരും. ആ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ഈ പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ തന്നെയാണ്. കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഈ പൊതു ശൗചാലയങ്ങളിലൊക്കെ വലിയ രീതിയിൽ സാമൂഹ്യ വിരുദ്ധരടക്കം കൈയടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്ന് കേരളത്തിൽ പതിവായി കാണുന്നൊരു കാര്യം തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. കേരളത്തിലുള്ള വാഹനങ്ങളുടെ എണ്ണം 1,17,00,000 വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായിട്ട് കണക്കുകൾ പറയുക. ഈ വാഹനങ്ങളിലുള്ള ആളുകളുടെ യാത്ര എന്ന് പറയുന്നത് രാത്രിയും പകലുമില്ലാത്ത യാത്രയാണ്. അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് ഇത്തരം പമ്പുകളെയാണ്, കേരളത്തിലെ പമ്പുകളെയാണ് പലപ്പോഴും ആശ്രയിച്ചു വരിക. നമുക്കറിയാം സർക്കാർ ഈ പറയുന്ന പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി ഈ സംവിധാനത്തിൽ നിന്ന് തന്നെ 2% സെസ് ഈടാക്കിക്കൊണ്ട് തന്നെ ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ഈടാക്കുന്നുണ്ട്. ആ പേരിലാണ്. പക്ഷെ എത്രമാത്രം നമുക്ക് പൊതു ശൗചാലയങ്ങൾ നമുക്ക് നിർമ്മിച്ചു നൽകുന്നുണ്ട്? അങ്ങനെ സംവിധാനങ്ങൾ നമുക്കില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പൊതു ശൗചാലയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രങ്ങളാക്കി അത് മാറിയിരിക്കുകയാണ്. അവിടെ ശുചിത്വമില്ല, വെള്ളമില്ല, നമുക്ക് ശരിയായ രീതിയിൽ അവിടെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് സർക്കാർ ഇത്തരത്തില് ഒരു ബദൽ സംവിധാനം ഒരുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ കാരണം. ഈ പമ്പുകൾ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല. അപ്പൊ പമ്പുകളിലുള്ളത് നിർത്തിക്കൂടി കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. പമ്പുകളിലുള്ള ആളുകൾ മാത്രമല്ല, ഞാൻ അത് സൂചിപ്പിച്ചല്ലോ, വാഹനങ്ങൾ ഇത്രയും ഉണ്ടെങ്കിൽ ഇന്ന് വാഹനങ്ങളില്ലാത്ത ഒരു വീട് പോലുമില്ല. ആ വാഹനമുള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പമ്പിന്റെ ഗുണഭോക്താവ് തന്നെയാണ് അവർ. എന്നെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പെട്രോൾ അടിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ മുഴുവൻ ആളുകളും പെട്രോളിന്റെ ഗുണഭോക്താക്കളാണ്, പമ്പിന്റെ ഗുണഭോക്താക്കളാണ്. അത്തരത്തിൽ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഈ പമ്പിലെ ടോയ്ലറ്റ് സംവിധാനം ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. അതിന് മാറ്റം പറ്റിയാൽ അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.